ഹായ്, I'm ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഏതാണ്ട് 6:15 മണിയായി വൈകുന്നേരത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറ്റുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാം കംപ്ലീറ്റ്ലി പറയാൻ ടൈം ഇല്ല. അപ്പൊ എന്തായാലും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ മൂവിംഗ് സിറ്റിസൺസ് ഇൻ ഇറാൻ ഇസ്രായേൽ ടു സേഫർ പ്ലേസസ് എന്നൊരു ന്യൂസ് ആണ്. ഇന്ത്യ മൂവിംഗ് സിറ്റിസൺസ് ഇൻ ഇറാൻ ഇസ്രായേൽ ടു സേഫർ പ്ലേസസ് എന്ന് പറയുന്ന ന്യൂസ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽസും ഒക്കെ അയക്കുന്നു. രണ്ട് സൈഡിൽ ആൾനാശം സംഭവിക്കുന്നു. ഇസ്രായേലിന്റെ ടെലവീവില് വരെ ടാർഗറ്റ് ചെയ്യാൻ ഇറാനും കഴിഞ്ഞു. അവരും കുറച്ച് ആൾക്കാരവിടെ കില്ല് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തിരിച്ച് ഇസ്രായേലില് ഇറാനിലെ അറ്റാക്സിൽ കുറെ പേരെ കൊല്ലുന്നു. എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ അയത്തുള്ള അലി ഖമേനി എന്ന് പറഞ്ഞ ഇറാന്റെ സുപ്രീം ലീഡർ, അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനാണ്. അദ്ദേഹമാണ് അവിടെ ഭരിക്കുന്നത്. ഇറാൻ ഒരു തിയോക്രസിയാണ്, പുരോഹിതർ ഭരിക്കുന്ന രാജ്യങ്ങളാണ് തിയോക്രസി എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഇല്ലാതാക്കി അവിടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരുന്നുണ്ട്. ഈവൻ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അയത്തുള്ള അലി ഖമേനിയെ കൊന്നു കഴിഞ്ഞാൽ, ഇറാൻ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇറാനിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൽ ഒരു ന്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ആയിരിക്കുമോ ഈ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്ത് മറ്റെന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതിന്റെ ആഫ്റ്റർ ഇഫക്ട്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്തായാലും ഇത് അവിടെ ഇന്ത്യക്കാർ കുറെ പേരുണ്ട്. അവരെ സേഫർ പ്ലേസസിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അതിലുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അതാണ് ആദ്യത്തെ ന്യൂസ്. ഇനി ഇന്ത്യസ് ടോട്ടൽ ട്രേഡ് ഡെഫിസിറ്റ് നാരോസ് ടു $6.6 ബില്യൺ ഇൻ മെയ് ഓൺ ലോ ഓയിൽ പ്രൈസസ്, സ്ട്രോങ് സർവീസസ് എക്സ്പോർട്സ് എന്നൊരു ന്യൂസ് കാണാം. അപ്പോ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വാല്യൂല്, അല്ലെങ്കിൽ അത് തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് ആണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വാല്യൂല് ഡിഫറൻസ്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സ്വാഭാവികമായിട്ട് നമ്മുടെ പൈസ അങ്ങോട്ട് കൊടുത്തല്ലേ ഇറക്കുമതി ചെയ്യുന്ന. അപ്പൊ അങ്ങോട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന പൈസ കൂടും ഈ ഇമ്പോർട്ട് കൂടിയിരുന്നാൽ. എക്സ്പോർട്ട് കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ കുറഞ്ഞിരിക്കും. അപ്പൊ എപ്പോഴും ഡെഫിസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടിന്റെ വാല്യൂ മൈനസ് ഇമ്പോർട്ടിന്റെ വാല്യൂ എടുക്കുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ്. അത് ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. പക്ഷെ അത് കുറെ വർഷങ്ങളായിട്ട് കൂടുതലായിരുന്നു ഈ ട്രേഡ് ഡെഫിസിറ്റ്. അതിപ്പോ കുറഞ്ഞു വരുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ ഈ വർഷം മെയ്യില് ട്രേഡ് ഡെഫിസിറ്റ് നോക്കിയപ്പോൾ $6.6 ബില്യൺ ആയിട്ട് കുറഞ്ഞാ പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യം ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഇന്ത്യ സർവീസ് എക്സ്പോർട്ടും ഉണ്ട്, അല്ലാത്ത കൊമോഡിറ്റീസിന്റെ എക്സ്പോർട്ടും ഉണ്ട്. സർവീസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഒക്കെ എക്സ്പോർട്ട് ചെയ്തല്ലേ. അപ്പൊ ഇന്ത്യയുടെ സർവീസ് എക്സ്പോർട്ട് നല്ല രീതിയിൽ കൂടി. അതാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എക്സ്പോർട്ട് കൂടാൻ കാരണം. അതാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറയാൻ കാരണം. ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്ന ഓൾവേസ് ഗുഡ് ആണ്. ഇന്ത്യയുടെ കറൻസി വാല്യൂ പോലും കൂടാൻ ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്നത് നല്ലതാണ്. ട്രേഡ് ഡെഫിസിറ്റ് കൂടിയാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടും. ട്രേഡ് ഡെഫിസിറ്റ് കൂടി എന്ത് കൂടും? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, CAD എന്ന് പറയാം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടും. അതെന്താണെന്ന് വെച്ചാൽ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ട്രേഡ് ഡെഫിസിറ്റ് തന്നെയാണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. പക്ഷെ അതല്ലാതെ നമ്മുടെ മറ്റു രാജ്യങ്ങൾക്ക് ഈ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ പൈസ മാത്രമല്ലല്ലോ കൊടുക്കാനുള്ളത്. ഇപ്പൊ ഇന്ത്യയിൽ കുറെ അമേരിക്കക്കാർ ജോലി ചെയ്താൽ അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കൂലേ. അപ്പൊ അതൊരു ഔട്ട്വേർഡ് റെമിറ്റൻസ് ആണ്. അതുപോലെ നമ്മൾ ചില രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പായിട്ട് ഇപ്പൊ ശ്രീലങ്കയ്ക്കും ഒക്കെ ബംഗ്ലാദേശിനും ഒക്കെ നമ്മൾ ഭൂട്ടാനൊക്കെ പൈസ കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഔട്ട്വേർഡ് റെമിറ്റൻസിന്റെ കൂട്ടത്തിൽ വരും. അതിന്റെ കൂടെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അത് ഔട്ട്വേർഡ് റെമിറ്റൻസിൽ വരും. ഇപ്പൊ ടോട്ടൽ ഔട്ട്വേർഡ് റെമിറ്റൻസസ് മൈനസ് ടോട്ടൽ ഇൻവേർഡ് റെമിറ്റൻസസ്, അതാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാന ഘടകം ഈ ട്രേഡ് ഡെഫിസിറ്റ് തന്നെയാണ്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് കൂടിയാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിയാൽ നമ്മുടെ റുപ്പി വാല്യൂ ഒക്കെ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് കുറയാൻ കാരണമാവും. അത് നല്ലതല്ല. അപ്പൊ എന്തായാലും ട്രേഡ് ഡെഫിസിറ്റും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഒക്കെ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. FATF condemns പഹൽഗാം attack to release report on state sponsored terror for first time എന്നൊരു ന്യൂസ് കാണാം. FATF എന്താണ്? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. FATF എന്താണ്? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന് പറയുന്നത് ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് എന്നാണ് FATF അറിയപ്പെടുന്നത്.
അത് പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള UN ഒരു ഓർഗനൈസേഷൻ ആണ്. പാരീസ് ബേസ്ഡ് ആണ്, UN ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇത് ഉദ്ദേശം വേറൊന്നും അല്ല, ടെറർ അല്ലെങ്കിൽ ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന രാജ്യങ്ങളെ കണ്ടെത്തുക, ആ രാജ്യങ്ങളിലെ പൗരന്മാരെ കണ്ടെത്തുക, ആ രാജ്യങ്ങളിലെ സംഘടനകളെ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയിട്ട് ഒരു ഭീകരതയ്ക്ക് സഹായം കൊടുക്കുന്നതിന്റെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഗ്രേ ലിസ്റ്റിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്യും. ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് വലിയ പ്രശ്നമല്ല, പക്ഷെ അത് ഈ പ്രീകഴ്സർ ടു ഇൻക്ലൂഡിങ് ഇൻ ബ്ലാക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ബ്ലാക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുന്നോടിയാണത്. അപ്പൊ ബ്ലാക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ തീർന്ന ആ രാജ്യം. അതായത് ബ്ലാക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് വേൾഡ് ബാങ്ക്, IMF പോലുള്ള ഒരു ഓർഗനൈസേഷനിൽ സഹായം കിട്ടത്തില്ല. പാകിസ്ഥാൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രേ ലിസ്റ്റ് in 2018, I think. Up to 2022, Pakistan was in grey list, and after that, Pakistan was removed from grey list. Now, again, India is forcing FATF, Financial Action Task Force, to once again include Pakistan in grey list because of the Pahalgam terrorist attack, and there are lot of evidences linking Pakistan to terrorism. So FATF, if India can convincingly present those evidences before FATF, Financial Action Task Force, India can again bring back Pakistan into grey list of FATF. That will create a lot of pressure on Pakistan to dismantle this terror infrastructure working inside Pakistan. So after the Operation Sindoor, India is using all the available diplomatic sources to isolate Pakistan in various international forums. You also 7 groups of Indian MPs went to around 50 nations all around the world. The leader of one such mission was Shashi Tharoor. That was another diplomatic initiative by India to isolate Pakistan globally. And then again, India is using FATF, Financial Action Task Force, to impress upon Pakistan's use of terrorism as a tool to എന്താ പറയുന്നത്, ടു അറ്റാക്ക് ഇന്ത്യ. അപ്പൊ ഇത് ഈ ഒരു അപ്പൊ FATF നമ്മൾ അത് ഇംപ്രസ് ചെയ്തിട്ട് FATF ഒരു പക്ഷേ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഒരു പക്ഷേ അല്ല, മിക്കവാറും അത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. കാര്യം അവരിപ്പോ കഴിഞ്ഞ ഒരു ദശകത്തിനകത്ത് വെച്ച്, ഒരു ഡെക്കേഡിനകത്ത് വെച്ച് ഈ 2-3 ടെറർ ഇൻസിഡൻസിനെ അവർ കണ്ടം ചെയ്തിട്ടുള്ളൂ. അവരെണ്ണമാണ് പഹൽഗാം അറ്റാക്ക് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത്. അതിന് അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. Then India is using Indus Water Treaties as another weapon against Pakistan. If Pakistan is not stopping the terrorist forces acting from their soil against India, India won't give them water as per the Indus Water Treaty. As per the Indus Water Treaty, India has to give water to Pakistan from 6 rivers of India, including Indus, Chenab, Jhelum, Ravi, Beas, Satluj, etc. അപ്പോൾ ഈ നദികളിൽ നിന്നുള്ള വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കരാറ് IWT has been kept in abeyance by India after this terrorist attack. അങ്ങനെ എല്ലാ രീതിയിലുള്ള മാർഗങ്ങളും ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് FATF, Financial Action Task Force അറിഞ്ഞിരിക്കുക. പാരീസ് ആണ് എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് രേഖ ഗുപ്തയുടെ ഫോട്ടോ കാണാം. രേഖ ഗുപ്ത ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ദ്രായണി റിവർ എന്ന് പറയുന്ന റിവർ ഉണ്ട്. എവിടെയാണ്? പൂനെയില്. അവിടെ ഒരു ബ്രിട്ടീഷർ ആ പാലം ഉണ്ടായിരുന്നു. ആ പാലം തകർന്നുകൊണ്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജില് രാജ്നാഥ് സിംഗിന്റെ ഒരു ഫോട്ടോ കാണാം, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ. മമതാ ബാനർജിയുടെ ഒരു ഫോട്ടോ കാണാം, വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ. MK സ്റ്റാലിന്റെ ഒരു ഫോട്ടോ കാണാം, തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ താഴോട്ട് വരുമ്പോ വേറെ ഒന്നും പറയാറില്ല, അത്രേ ഉള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ സിദ്ധരാമയ്യയുടെ ഒരു ഫോട്ടോ കാണാം. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് 2018 ഒരു കാസ്റ്റ് സെൻസസ് നടപ്പാക്കിയതാണ്. ആ കാസ്റ്റ് സെൻസസിന്റെ ഔട്ട്കംസ് ആക്ച്വലി ഭയങ്കര വിവാദമായി. സോ ദേ ആർ ഗോയിങ് ടു കണ്ടക്ട് കാസ്റ്റ് സെൻസസ് വൺസ് അഗൈൻ. ദാറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടാക്സ് പേയേഴ്സ് മണി. ഹൂ വിൽ bear the responsibility of the first caste census? It was around 200 crores of rupees was spent for conducting that first caste survey in Karnataka. So അത്രയും മണി വേസ്റ്റ് ആയി പോയില്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരെടുക്കും? അത് ഇന്നലെ ഞാനത് ഈ വാർത്ത കണ്ടപ്പോഴേ ആലോചിച്ച കാര്യം. ഇന്നിപ്പോ പല രാഷ്ട്രീയ നേതാക്കൾ, ഓപ്പോസിഷൻ ലീഡേഴ്സ് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാസ്റ്റ് സെൻസസിന് വേണ്ടി എത്രയോ പൈസ ചിലവാക്കി. എന്നിട്ട് ഇപ്പൊ അവർ വീണ്ടും കാസ്റ്റ് സെൻസസ് നടപ്പാക്കാൻ പോയി, ഡേറ്റ പോരാന്ന് പറഞ്ഞു.
അപ്പൊ എന്തായാലും അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ 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 ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഒരു ഫോട്ടോ കാണാം. രാജേന്ദ്ര അർലേക്കർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദത്തിനെ കുറിച്ചൊരു ന്യൂസ് ആണ് എൻ്റെ അകത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിനടുത്ത പേജ് ഇപ്പൊ എഡിറ്റോറിയൽ പേജ് ആണ്. എഡിറ്റോറിയൽ പേജില് ഫസ്റ്റ് എഡിറ്റോറിയൽ എസ്കലേഷൻ സ്പൈറൽ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു വാർലേക്ക് സിറ്റുവേഷനെ കുറിച്ച് തന്നെയാണ് വീണ്ടും ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഇസ്രായേല് ഇപ്പം നടത്തുന്ന യുദ്ധങ്ങളിലൊന്നും അവർക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്നില്ല. മുമ്പൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്, 1967 6 ഡേ വാർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ വാറുണ്ട്. 6 ദിവസം കൊണ്ട് ആ വാർ അവസാനിച്ചു. അന്ന് 2-3 രാജ്യങ്ങളെ അവർ 6 ദിവസം കൊണ്ട് പിന്നീട് തോൽപ്പിച്ചു. അതില് ഇസ്രായേലിനെക്കാളും വലിയ ഈജിപ്തിനെ അന്ന് അവർ 1967 6 ദിവസം കൊണ്ട് തോൽപ്പിച്ചിരുന്നു. അതിനുശേഷം നടന്ന ചില വാറുകളിലും അവർ ജയിക്കുകയാണ് കൺവിൻസിംഗ് ആയിട്ട്. പക്ഷേ പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹിസ്ബുള്ളക്കെതിരെ ലെബനനിൽ നടത്തിയ ആ ഒരു 2005 മറ്റോ ആണ് യുദ്ധത്തിൽ അവർ ജയിച്ചില്ല. ഇപ്പൊ ഹമാസും ഇസ്രായേലും തമ്മിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും അവർക്ക് ഹമാസിനെ ഭയങ്കരമായിട്ട് വീക്കൻ ചെയ്യാൻ പറ്റിയെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇറാനെതിരെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവർ പെട്ടെന്ന് ജയിക്കും എന്നുള്ള ഇതിലായിരിക്കും അവരത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഹിന്ദുവിൽ പറഞ്ഞേക്കുന്നത് 370ഓളം മിസൈൽസ് ഉപയോഗിച്ച് തിരിച്ചടിച്ചു ഇറാൻ. ഹൈഫ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥലത്ത് ഓയിൽ റിഫൈനറിക്ക് നാശം വരുത്താൻ അവർക്ക് കഴിഞ്ഞു. ഇസ്രായേലിന്റെ ടെൽ അവീവിലെ ഒരു വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാശം വരുത്താൻ കഴിഞ്ഞു. റെസിഡൻഷ്യൽ ഏരിയാസിനെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തു. 24ഓളം ഇസ്രായേലികൾ വധിക്കപ്പെട്ടു. 500ഓളം ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ഉറപ്പായിട്ടും എയർ ഡിഫൻസിന്റെ സുപ്രീമസി ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ കൗണ്ടർ അറ്റാക്കിലും ഇനിഷ്യൽ അറ്റാക്കിലുമായിട്ട് മോർ ദാൻ 100 ആൾക്കാർ ഇറാനിലും മരിച്ചു. പക്ഷെ അപ്പോഴും ഇസ്രായേലിന് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ താവളങ്ങൾ, ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി ഇല്ലാതാക്കുക, അങ്ങനെ ഇറാൻ ന്യൂക്ലിയർ ബോംബുകൾ അക്യൂർ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഇസ്രായേലിന്റെ ഈ അറ്റാക്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇറാന്റെ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പലതും മണ്ണിന്റെ അടിയിലാണ്. അത് അക്രോസ് ദ കൺട്രി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഈ ടാർഗറ്റ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യുക അത്ര എളുപ്പമല്ല. അപ്പൊ എന്തായാലും ഇസ്രായേൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇറാന്റെ മിലിറ്ററി ആൻഡ് ഇന്റലിജൻസ് ലീഡർഷിപ്പിനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പായിട്ട് ഇറാനെ വീക്കൻ ചെയ്യും. എന്നിട്ട് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ ഭരണം മാറ്റും അവരെന്ന്. അതായത് അയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ സുപ്രീം ലീഡറിനെ ഇല്ലാതാക്കും എന്ന് ഒരു ധ്വനിയുണ്ട്. ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം യുദ്ധത്തില്. അതിനെക്കുറിച്ചും ഹിന്ദുവിലൊക്കെ ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഇന്നലേക്ക് വന്നിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും വലിയ എസ്കലേഷൻ ആയിരിക്കും ആ വാറിൽ അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതൊരിക്കലും നല്ലതല്ല. അപ്പൊ എന്തായാലും നെതന്യാഹു ഇത്തരത്തിലുള്ള അറ്റാക്സ് നടത്തുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു സ്റ്റഡി ചെയ്യണമായിരുന്നു. എന്തായാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ, അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിന്റെ വക്കിലായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവരവരുടെ ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ 6th റൗണ്ട് ടോക്ക് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ അറ്റാക്ക് നടന്നത്. അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്ലോമാറ്റിക് ലെവലില് ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള മാർഗം ഇറാൻ അറ്റാക്ക് ചെയ്തതോടുകൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യത്തിൽ ഇതിൽ സംശയമുണ്ട്. കംപ്ലീറ്റ്ലി ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ എന്തായാലും ഇറാൻ അതിന് സന്നദ്ധമല്ല. അവര് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കൂല എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ന്യൂക്ലിയർ പദ്ധതികൾ അവസാനിപ്പിക്കാൻ റെഡിയല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ റോള് ഇതിൽ വളരെ പ്രധാനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്നാണ്. പക്ഷെ ഇറാൻ അതിന് തയ്യാറല്ല. ഇപ്പൊ ഈ വാർ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇസ്രായേലില് ഒരുപക്ഷെ US ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടേക്കാം. ഇറാൻ തോക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരുപക്ഷെ അവര് US-ന്റെ ഉൾപ്പെടെയുള്ള ബേസസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ US-ഉം ഇസ്രായേലും ചേർത്ത് ഒരുമിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗൾഫ് മേഖല മൊത്തത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഇറാന്റെ അധീനതയിലുള്ള ഒരു കടലെടുക്ക് വഴിയാണ് വലിയ രീതിയിലുള്ള
ഈ ഓയിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത്. അപ്പം അവിടേക്ക് ഇറാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ആഗോളതലത്തിലുള്ള ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു മൊത്തത്തിൽ എക്കണോമിക് കാറ്റസ്ട്രോഫി തന്നെ മൊത്തം ലോകത്തിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും വലിയ മുൻകൈ എടുക്കണം. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ മുകളിൽ അമേരിക്കയ്ക്ക് അത്രയും വലിയ ലിവറേജ് ഉണ്ട്. ഇനി ഇറാന്റെ മുകളിലാണെങ്കിൽ റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ വലിയ സ്വാധീനമുണ്ട്. അപ്പൊ അവരുടെ സ്വാധീനം ഉപയോഗിച്ചും ഈ ഇറാനെയും പേർഷ്യയോടെയാണ് യുദ്ധം അവസാനിപ്പിക്കാനെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ ഡിസേർവിംഗ് വിന്നേഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ അതിനേക്കാൾ സിമ്പിളാ. അത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്തതിനെ കുറിച്ചാണ്. സൗത്ത് ആഫ്രിക്കയെ പറയുന്ന വേറൊരു പേര് പ്രോട്ടിയാസ് എന്നാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയുടെ നാഷണൽ ഫ്ലവർ ആണ് ഈ പറഞ്ഞ പ്രോട്ടിയാസ് എന്ന് പറഞ്ഞ ഫ്ലവർ. അതുകൊണ്ടാണ് അങ്ങനെ സൗത്ത് ആഫ്രിക്ക പ്രോട്ടിയാസ് എന്ന് പറയുന്നത്. പിന്നെ റെയിൻബോ നേഷൻ എന്നും പറയാറുണ്ട്. റെയിൻബോ നേഷൻ എന്ന് പറയുന്ന കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ഒരുപാട് എത്നിസിറ്റീസ് ഉണ്ട്. ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ച ടീമിനെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ക്യാപ്റ്റൻ തെമ്പ ബൗമ ഒരു അവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പിൽ ഉള്ളതാണ്. അതുപോലെ ഈ ടീമിന് വേണ്ടിയിട്ട് സെഞ്ചുറി നേടിയ ഈ മർക്രം അത് അവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പിലുള്ളതാണ്. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് വളരെയധികം നന്നായിട്ട് ബൗൾ ചെയ്ത വേൾഡ് ക്ലാസ് ബൗളറായ കാഗിസോ റബാഡ അതുപോലെ വേറെ എത്നിസിറ്റിയിലുള്ളതാണ്. അപ്പൊ എന്തായാലും അവര് അത്തരത്തില് അങ്ങനെ ഒരുപാട് എത്നിസിറ്റീസ് നമ്മളെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആസാമും മേഘാലയയും നാഗാലാൻഡും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അവിടുത്തെ 8 സ്റ്റേറ്റുകളുണ്ട്. അതുപോലെ ഒരുപാട് എത്നിസിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൻബോ നേഷൻ എന്ന് പറയാറുണ്ട്. എന്തായാലും ഈ കപ്പ് ഈ സൗത്ത് ആഫ്രിക്ക കിട്ടിയത് വളരെ വലിയൊരു ജസ്റ്റിസ് ആണ്, ഒരു പൊയറ്റിക് ജസ്റ്റിസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാര്യം സൗത്ത് ആഫ്രിക്ക എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും വളരെ നന്നായിട്ട് കളിച്ചിട്ട് സെമി ഫൈനലിലും ഫൈനലിലും എത്തുമ്പോൾ അവർ പടിക്ക കൊണ്ട് കലമുട്ടടക്കുന്ന ഒരു ശീലം 90s തൊട്ടേ അവർക്കുണ്ട്. 90s മുമ്പ് സൗത്ത് ആഫ്രിക്ക വേൾഡ് ക്രിക്കറ്റിൽ ഇല്ലായിരുന്നു. കാര്യം അപ്പാർത്തീഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം ഉണ്ടായിരുന്നതിന്റെ പേരിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ക്രിക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തിരുന്നു. പിന്നീട് 1990s സൗത്ത് ആഫ്രിക്കയിൽ ഈ അപ്പാർത്തീഡ് അവസാനിക്കുകയും നെൽസൺ മണ്ടേല അവിടെ പ്രസിഡന്റായിട്ട് വരികയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ക്രിക്കറ്റ് വേൾഡിലേക്ക് വീണ്ടും സൗത്ത് ആഫ്രിക്കയെ തിരികെ കൊണ്ടുവരുന്നത്. അപ്പൊ 90s ബിഗിനിങ്ങിൽ. അപ്പൊ 98 സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ട് ഒരു കപ്പ് നേടുന്നു. അത് ഈ ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ന് അറിയപ്പെടുന്ന ട്രോഫിയുടെ ആദിമ രൂപം ആണ് വിൽസ് ഇന്റർനാഷണൽ കപ്പ് എന്നറിയപ്പെട്ടത്. ധാക്കയിൽ വെച്ച്, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ധാക്കയിൽ വെച്ചാണ് അവർ വിൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഒരു കപ്പ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം കൂടെ ഈ ഇന്ത്യക്കെതിരെ ICC T20 വേൾഡ് കപ്പില് അവർ ഫൈനലിൽ തോക്കുകയാണ്. അങ്ങനെ എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും ഫൈനലിൽ കൊണ്ട് തോക്കുന്ന ഒരു ശീലമുള്ള ടീം, ലോകത്തിലെ ഏറ്റവും മികച്ച ടീമായ ഓസ്ട്രേലിയ തന്നെ, പാറ്റ് കമ്മിൻസിന്റെ ഓസ്ട്രേലിയ തോപ്പിക്ക് അത്ര വലിയ എളുപ്പമല്ല. അത് ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയിട്ട് സെക്കൻഡ് ഇന്നിങ്സിൽ ഏതാണ്ട് 280 കൂടുതൽ റൺസ് സ്കോർ ചെയ്ത് ഓസ്ട്രേലിയയുടെ വേൾഡ് ക്ലാസ് ബൗളേഴ്സിനെ ബീറ്റ് ചെയ്ത് ആണ് അവർ ഇത് വിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ gigantic achievement. It is a tremendous achievement. So South Africa deserve all the congratulations, all the appreciation for this historic achievement. So that is the content of this editorial. And another thing is cricketല് ബിഗ് 3 എന്നറിയപ്പെടുന്ന 3 nations ഉണ്ട്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ. ഈ 3 രാജ്യങ്ങളാണ് വേൾഡ് ക്രിക്കറ്റില് ഡോമിനൻസ്. അവരാണ് പല ട്രോഫികളും നേടിയെടുക്കുന്നത്. അവരാണ് ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇന്ന് മറ്റു രാജ്യങ്ങൾക്കും ആ ഒരു ഷാഡോയിൽ നിന്ന് എമർജ് ചെയ്ത് വെളിയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ വിജയം അത്തരത്തിൽ ബിഗ് 3 ഇന്ത്യ, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന ബിഗ് 3 നേഷൻസിന്റെ ഷാഡോയിൽ നിന്ന് ക്രിക്കറ്റിനെ മോചിപ്പിക്കാൻ സൗത്ത് ആഫ്രിക്കയുടെ വിജയത്തിന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സർവീസ് ടു ദ ക്രിക്കറ്റിംഗ് ഫ്രറ്റേണിറ്റി. അതും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പൊ ഈ 2 എഡിറ്റോറിയൽസ് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാം ഞാൻ വായിച്ചു. എനിക്കത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ ഈവനിങ് 6:30 ആയ ടൈം. ബാക്കി എനിക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെയുള്ള സമയമില്ല. ഇതിന്റെയൊക്കെ കണ്ടന്റ് എനിക്ക് എന്താണെന്ന് അറിയാം. ഇന്ത്യ സണ്ണി സീ ബാലൻസിങ് ആക്ട് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആക്ച്വലി ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇപ്പൊ ചില നടപടികൾ എടുത്തു. ബംഗ്ലാദേശിന്റെ കയ്യിരിപ്പോണ്ടാണ് നടപടികൾ എടുത്തത്. കാര്യം ബംഗ്ലാദേശ് was a very, very friendly nation to India when Sheikh Hasina was the prime minister of that particular country. Once Sheikh Hasina was ousted from that country from the by the student agitators of that country, then
മുഹമ്മദ് യൂനിസ് ഗവൺമെന്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ബംഗ്ലാദേശ്. പക്ഷെ അപ്പൊ അവിടെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഒരു സ്വാധീനം വരികയാണ് ഗവൺമെന്റിൽ. അപ്പൊ അവര് പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നു, അവര് ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുന്നു, എന്നിട്ട് ഇന്ത്യയെ വെറുപ്പിക്കുന്നു. എന്നിട്ട് ഇന്ത്യക്കെതിരെ ഒക്കെ ചില നടപടികൾ എടുത്തു, ഇന്ത്യക്കെതിരെ ചില സ്റ്റേറ്റ്മെന്റുകൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ചില കൗണ്ടർ നടപടികൾ ബംഗ്ലാദേശിനെതിരെ എടുത്തു. അത് ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ അത് ഭയങ്കര ദോഷകരമായിട്ട് ബാധിക്കാൻ പോയാണ്. അവരുടെ മൊത്തം എക്സ്പോർട്ടിന്റെ 85% ടെക്സ്റ്റൈലാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ ലോകത്തിൽ തന്നെ വലിയ ഡോമിനൻസ് ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ബട്ട് ദേ ആർ ഗോയിങ് ടു സഫർ ബിക്കോസ് ഓഫ് ദ സം മിസ്കാൽക്കുലേഷൻസ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ബംഗ്ലാദേശ്. അപ്പം ചൈനയുമായിട്ട് ചേർന്ന് ഇന്ത്യ കോർണർ ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് ചില പ്രസ്താവനകളൊക്കെ മുഹമ്മദ് യൂനിസ് ഒക്കെ റീസെന്റ് ഇറക്കിയത്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള യാൺ പ്രോഡക്ട്സ് ഒക്കെ ബംഗ്ലാദേശിലേക്ക് പോകുമ്പം അവിടുത്തെ ലാൻഡ് പോർട്ടുകൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു റൂളൊക്കെ അവിടെ ബംഗ്ലാദേശിലെ സർക്കാർ കൊണ്ടുവന്നു. ഇന്ത്യയിൽ നിന്നുള്ള ട്രക്കുകൾക്കൊക്കെ ബംഗ്ലാദേശിൽ ഭയങ്കര സ്ക്രൂട്ടിനിയും ഒക്കെ വന്നു. അപ്പൊ ഇന്ത്യ തിരിച്ചെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയിലെ ഒരു ലാൻഡ് പോർട്ടും ബംഗ്ലാദേശ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരികയാണ് ഇപ്പം. അപ്പൊ ഇന്ത്യയുടെ സീ പോർട്ടുകൾ മാത്രം ആയിരിക്കും ബംഗ്ലാദേശിന് ഭൂട്ടാനും നേപ്പാളും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന, അതുവഴി ഇന്റർനാഷണൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാനും. അപ്പൊ അത് ബംഗ്ലാദേശിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ അത് ഈ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് പാർട്ണർ എന്നുള്ള ഇന്ത്യയുടെ സൽപ്പേരിന് കളങ്കം വരുത്തും. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടി ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ഇതിലൊരു മഹാൻ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. പക്ഷേ പണ്ട് ഇന്ത്യ അങ്ങനെ ചെയ്തുവരുന്നത്. പണ്ട് ചെയ്യുന്നതാണ് കലല്ലോ ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത്. പണ്ട് ചെയ്യുന്നതാണെങ്കിൽ ചെയ്യാനല്ലോ, ഓരോരോ കാലഘട്ടത്തിന്റെ നീഡ്സ് അനുസരിച്ചല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതായത് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ യാൻ പ്രോഡക്ട്സ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ലാൻഡ് പോർട്ടുകൾ ആക്സസ് ചെയ്യാൻ പറ്റൂല എന്നൊരു ഇത് പറയാണ്. അപ്പൊ തിരിച്ച് ഇന്ത്യ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്നിട്ട് രണ്ടാമതായിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയിട്ട് അവിടെ നിന്നൊരു പ്രസ്താവന ഇറക്കി, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആണെന്ന്. അതായത് നോർത്ത് ഈസ്റ്റിന് മെയിൻലാൻഡ് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും അവരുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബംഗ്ലാദേശ് ആക്സസ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റൂ, ബംഗ്ലാദേശ് വഴിയേ പോകാൻ പറ്റൂ. സോ ബംഗ്ലാദേശ് ഹാസ് സുപ്രീമസി ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. സോ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് സൗത്ത് ഏഷ്യ. സോ ഇന്ത്യ ഷുഡ് നോട്ട് ദാറ്റ് പോയിന്റ് എന്നുള്ള രീതിയിൽ അതും ചൈനയിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് മുഹമ്മദ് യൂനിസ് ഇറക്കി. അന്നേ ഇന്ത്യ തിരിച്ച് പണിയെടുക്കായിരുന്നതാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നോർത്ത് ഈസ്റ്റ് അല്ല ഇന്ത്യക്ക്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കണ്ടുകൊണ്ട് നോർത്ത് ഈസ്റ്റിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ഇന്ത്യ. ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു, ടാറ്റയുടെ 27,000 കോടി രൂപയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഉൾപ്പെടെ ഇപ്പൊ അവിടെ വരിക. 1 ലക്ഷം കോടി ഇപ്പൊ ഈ ഇടയ്ക്ക് മുകേഷ് അംബാനി അതുപോലെ ഗൗതം അദാനി ഒക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റ് റീജിയൻ ആയിട്ട് നോർത്ത് ഈസ്റ്റിനെ മാറ്റി. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആരാണ് ലാൻഡ് ലോക്ക്ഡ് ഇന്ത്യ കാണിച്ചു കൊടുത്തതാണ് ബംഗ്ലാദേശുകാര് ഇങ്ങോട്ട് ഇന്ത്യയുടെ ലാൻഡ് പോർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്തണ്ട എന്നൊരിത് വന്ന്. അപ്പൊ തിരിച്ച് നമ്മളെടുത്ത് കാണിക്കുന്നതിന് തിരിച്ച് നമ്മളത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പാകിസ്ഥാനെയും ചൈനയൊക്കെ കൂട്ടുപിടിച്ചോണ്ട് ഈ ബംഗ്ലാദേശ് പോലുള്ള ഇന്ത്യക്ക് വെറും നീർക്കോലി രാജ്യങ്ങളായിട്ടുള്ള ആൾക്കാർ വരെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ അത്താഴം മുടങ്ങാൻ നീർക്കോലി കടിച്ചാലും മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ ഇന്ത്യ തിരിച്ച് കൊടുക്കേണ്ട പണി കൊടുത്തിരിക്കും. അതിന് നമുക്ക് അതിന്റെ മാഗ്നാനിമിറ്റി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പണ്ട് അങ്ങനെയായിരുന്നു. ഇന്ത്യക്ക് ഇപ്പോഴും ആ ഒരു ഗുഡ്വിൽ, എന്തിനാ ഗുഡ്വിൽ നിലനിർത്തുന്നത്? ഇങ്ങോട്ട് തിരിച്ച് ഗുഡ്വിൽ ഇവരെ നമ്മൾ എന്തിനു ഗുഡ്വിൽ നിലനിർത്തുന്നു? പക്ഷെ ഇതേ പറയുന്നത് ചെയ്തെല്ലാം തെറ്റാണോ? നമ്മൾ ഏകപക്ഷീയമായിട്ടാണ് ചെയ്തെങ്കിൽ ഓക്കെ, അവന്മാര് ചെയ്തതിന് തിരിച്ച് ചെയ്തതിന് പോലും കുറ്റപ്പെടുത്താൻ ഇന്ത്യക്കകത്ത് തന്നെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ വെച്ച് നിങ്ങൾ വായിച്ചു നോക്കണ കാര്യം അതിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഇതിൽ ഇയാളെ നറേറ്റീവ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളതിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ദ വാർ ഓൺ ഗാസ എക്സ്പോസിങ് ഇസ്രായേൽസ് ഹിഡൻ ആംബിഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് പാലസ്തീൻ അംബാസഡർ ടു ഇന്ത്യ ആണ് എഴുതിയേക്കുന്നത്. പാലസ്തീന്റെ അംബാസഡർ ടു ഇന്ത്യ അബ്ദുള്ള എം അബു ഷാവേഷ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഇതിൻ്റെ അകത്ത് കണ്ടന്റ് വേറെ ഒന്നുമല്ല, ഇസ്രായേൽ പല കാരണങ്ങൾ പറഞ്ഞാണ് ഗാസയെ അറ്റാക്ക് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഗാസയെ ഇവർ അറ്റാക്ക് ചെയ്യുന്നതിന് യഥാർത്ഥ കാരണം ഗാസയിലെ പൗരന്മാരെ, പലസ്തീൻ പൗരന്മാരെ അവിടെ നിന്ന് ഇല്ലാതാക്കുക, അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കുക, പറ്റുമെങ്കിൽ ഈജിപ്തിലെ സിനായ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട്, അങ്ങോട്ടേക്ക് അവരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ റുവാണ്ട പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് റീസെറ്റ് ചെയ്യിക്കുക. എന്നിട്ട് ജൂ പോപ്പുലേഷന് ഈ പറഞ്ഞ പലസ്തീൻ്റെ ഭാഗമായ ഗാസ മേഖലയിലെ ഒക്കെ ഒരു
ഡോമിനൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് പണ്ട് 1948 ഈ ഇസ്രായേൽ ഉണ്ടാകുന്ന സമയം തൊട്ട് അവരുടെ ഒരു പ്രൊജക്റ്റാണ് ഈ പറഞ്ഞ അവിടെ പലസ്തീൻ പൗരന്മാർ അവിടെ ഇല്ലാതാക്കുക എന്നുള്ളൊരു കാര്യം എന്നാ പറയുന്നത്. പല വാറുകളിൽ അത് കംപ്ലീറ്റ് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അതിലൊന്നും നടന്നിട്ടില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗാസയുടെ മുകളിൽ നടക്കുന്ന അറ്റാക്കിലും അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്ക് വെച്ച് ഗാസയിലുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്തിനാണെന്ന് വെച്ചാൽ അതിനെ ഒരു എന്താ പറയുന്ന ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആയിട്ട് മാറ്റി അതിനെ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടൊരു പ്രദേശമാക്കി മാറ്റിത്തരാം എന്ന് പറഞ്ഞൊരു ഡെവലപ്മെന്റ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും ഇന്നർ ആയിട്ടുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യം പാലസ്തീനിയൻസിനെ ഗാസയിൽ നിന്നൊക്കെ ഒഴിവാക്കുക എന്നുള്ള. അതിനൊരു കാരണം അദ്ദേഹം ഈ പറയുന്നത് ഏതാണ്ട് ജൂ പോപ്പുലേഷൻ അത്രത്തോളം പോപ്പുലേഷൻ തന്നെ പാലസ്തീൻ തന്നെയാണ് ഗാസ മേഖലയിൽ അവിടുത്തെ അറബ് മുസ്ലിംസ് ഉണ്ട്. അപ്പൊ അത് ജ്യൂസിന്റെയും ഈ പറഞ്ഞ അറബ് മുസ്ലിംസിന്റെയും പോപ്പുലേഷൻ കൗണ്ട് ചെയ്താണ്ട് ഈക്വൽ ആണെന്ന. അത് ഇസ്രായേലിന് ഒരു ത്രെട്ടായിട്ട് അത് കാണുന്ന, അവർക്ക് അവിടെ ഒരു ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു സുപ്രീമസി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവരെ അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. അല്ലാതെ മറ്റ് കാരണങ്ങളായിട്ട് ഇസ്രായേൽ പറയുന്നത് ബന്ദികളായിട്ട് ഹമാസ് പിടിച്ചിരിക്കുന്ന ആൾക്കാരെ മോചിപ്പിക്കുക, ഹമാസിന്റെ സ്വാധീനം അവിടെ ഇല്ലാതാക്കുക, ഗാസയെ കംപ്ലീറ്റ്ലി ഡീമിലിറ്ററൈസ് ചെയ്യുക, ഇതൊക്കെയാണ് അവർ പറഞ്ഞ കാരണങ്ങൾ. പക്ഷെ ആ കാരണം ഒന്നുമല്ല സത്യം. അവിടുത്തെ കംപ്ലീറ്റ് അറബ് മുസ്ലിംസിനെയും ഇല്ലാതാക്കാതെ കൊല്ലുക എന്നല്ല, അവിടെ നിന്ന് മാറ്റുക. എന്നിട്ട് അവിടുത്തെ ജ്യൂസിന്റെ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ് ഈ ഓരോരോ പോയിന്റ് എടുത്ത് ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഈ ഇന്നത്തെ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. പിന്നെ ഉണ്ട് എല്ലാം ഞാൻ വായിച്ചായിരുന്നു. സെർവിങ് ജസ്റ്റിസസ് ബട്ട് നോട്ട് ജസ്റ്റിസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇന്ത്യയിലെ സുപ്രീം കോടതിയിലൊക്കെ ഉള്ള പല ജഡ്ജിമാർക്കെതിരെ കറപ്ഷൻ അലിഗേഷൻസ് വന്നിട്ട് ആ അലിഗേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ചാൽ പോലും അന്വേഷണ റിപ്പോർട്ട് പോലും പബ്ലിക് ഡൊമൈനിൽ വരാറില്ല. അത്തരത്തിലൊരു സീക്രസി എന്തിന് ജുഡീഷ്യറി മെയിൻറ്റെയിൻ ചെയ്യുന്നു? ജുഡീഷ്യറിയുടെ ആ ഒരു സാങ്ക്ടിറ്റി നിലനിർത്താൻ മസ്റ്റായിട്ടും ഈ ജഡ്ജിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വരണം, അവർ അന്വേഷിക്കപ്പെടുകയും ആ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരികയൊക്കെ വേണം എന്നുള്ള ഒരു കണ്ടന്റ് ഈ ആർട്ടിക്കിളിൻ്റെ അകത്തുള്ളത്. വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിളാണ്. എല്ലാവരും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ സെൻസസ് എപ്പോ തൊട്ട് തുടങ്ങുന്നു, എപ്പോ തീരും എന്നൊക്കെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. ആദ്യം വീടുകളുടെ സെൻസസ് ആണ് നടക്കാൻ പോണത്, പിന്നെയാണ് ആ വീട്ടിലുള്ള ആൾക്കാരുടെ സെൻസസ് നടക്കാൻ പോണത്. അതിനൊപ്പം കാസ്റ്റ് സെൻസസും ഒക്കെ നടക്കും. ഞാൻ പറഞ്ഞു, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അണ്ടർ ഹോം മിനിസ്ട്രി is the responsible agency to conduct census of India. So in the year of 2027 India's decennial census will take place, and the outcomes of that census will be available soon, because our census is going to be completed completely in a digital manner for the first time. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഡേറ്റ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണത്. പിന്നെന്താണ്, പിന്നെ ഇവിടെ മണിപ്പൂരിലെ കുക്കി മേറ്റി പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരു ആർട്ടിക്കിൾ കാണാം. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമിത് ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, 2-3 ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ഇന്നലെ റിലീസ് ചെയ്തു. അതിന്റെ പേര് ഇതുണ്ട്: ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം ഫോർ എമർജൻസി റെസ്പോൺസ്. ഫസ്റ്റ് വൺ, ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം ഫോർ എമർജൻസി റെസ്പോൺസ്. രണ്ടാമത്തെ, നാഷണൽ ഡേറ്റാബേസ് ഫോർ എമർജൻസി മാനേജ്മെന്റ്. ഫ്ലഡ് ഹസാർഡ് സോണേഷൻ അറ്റ്ലസ് ഓഫ് ആസാം മൂന്നാമത്തെ. ഇങ്ങനെ 3 ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഹോം മിനിസ്റ്റർ അമിത് ഷാ ഇന്നലെ റിലീസ് ചെയ്തു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് അറിയാൻ ചുമ്മാ കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വലിയൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ സൈപ്രസിൽ മോദി പോകേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യം ആക്ച്വലി കുഞ്ഞൊരു രാജ്യമാണ്. സത്യത്തിൽ അത് ഏഷ്യയിലാണ് കിടക്കുന്നത്, പക്ഷെ അത് യൂറോപ്യൻ യൂണിയനിലാണ് അതിന്റെ മെമ്പർഷിപ്പ്. സൈപ്രസിന്റെ പ്രാധാന്യം ഇന്ത്യയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, സൈപ്രസിനെ ഞാൻ ഇന്നലെ പറഞ്ഞു 1974 ടർക്കിയെ അറ്റാക്ക് ചെയ്തിട്ട് സൈപ്രസിന്റെ ഒരു ഭാഗം അവർ പിടിച്ചടക്കി. നോർത്ത് സൈപ്രസ് എന്നറിയപ്പെടുന്ന പ്രദേശം ഇപ്പൊ ടർക്കിയുടെ കയ്യിലാണ്.
അപ്പൊ അവിടെയും കൂടെ നമ്മളെ സൈപ്രസിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് സൈപ്രസിനെ യൂണിഫൈഡ് ആയിട്ട് നിലനിർത്തുക എന്നൊരു ലക്ഷ്യമാണ് സൈപ്രസിന്റെ ലക്ഷ്യം. നിക്കോഷിയാണ് അവരുടെ ക്യാപിറ്റൽ. അപ്പൊ ഈ സൈപ്രസ് എന്ന രാജ്യത്തിന് ഇന്ത്യ എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ടർക്കിയക്ക് ശക്തമായ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോദി അവിടെ പോയേക്കുന്നത്. ടർക്കിയെ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാന് കാശ്മീർ വിഷയത്തിലൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൽ സപ്പോർട്ട് കൊടുക്കുന്നു. സോ ഇന്ത്യ വാണ്ട്സ് ടു ഗീവ് എ സ്റ്റേറ്റ് മെസ്സേജ് ടു ടർക്കി ദാറ്റ് ഇഫ് യു ഇന്റർഫിയർ വിത്ത് അവർ ഇന്റേണൽ മാറ്റേഴ്സ് then definitely you are going to get in the same coin, because northern Cyprus is controlled by Turkey now, and India, and it is a disputed area between Cyprus and Turkey. So India is going to side with Cyprus in this matter, and India is going to give all moral and all other kinds of supports to Cyprus. അതൊക്കെയാണ് നമ്മൾ അങ്ങനെ ഈ ടർക്കിയൊക്കെ ഒരു ശക്തമായ സത്യത്തിൽ നോർത്ത് സൈപ്രസ് ഭരിക്കുന്ന ടർക്കി അല്ല, ടർക്കിയുടെ കൺട്രോളിലുള്ള ഒരു ഗവൺമെന്റ് ആണ് നോർത്ത് സൈപ്രസ് ഭരിക്കുന്നത്. അപ്പൊ എന്തായാലും സൈപ്രസിന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം, നിക്കോസ് ക്രിസ്റ്റോഡിലൈറ്റ്സ്. അപ്പൊ അദ്ദേഹം ഇന്നലെ സൈപ്രസിന്റെ പരമോന്നത ബഹുമതി, സൈപ്രസിന്റെ ഹയസ്റ്റ് ഓണർ, 28 രാജ്യങ്ങളുടെ ഹയസ്റ്റ് ഓണർ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മാക്കനോസ് 3 എന്ന് പറയുന്ന ആർട്ടിക്കിൾ, എന്ന് പറയുന്ന ടൈറ്റിൽ, ദ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ മാക്കനോസ്, ഇതാണ് സൈപ്രസിന്റെ ഹയസ്റ്റ് ഓണർ. ഇന്നലെ മോദിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അതാണ് ന്യൂസ്. പിന്നെ ഇത് ഹർദീപ് സിംഗ് പുരിയാണ്, ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ. ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്ററാണ് ഹർദീപ് സിംഗ് പുരി. പിന്നെ മോഡി ടു അറ്റൻഡ് G7 ഔട്ട്റീച്ച് സമ്മിറ്റ്. ഇതൊക്കെ ഞാൻ പലതവണ പറഞ്ഞാണ്. G7 മീറ്റിംഗ് ഇപ്പൊ കാനഡയിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെ എല്ലാ വർഷവും ക്ഷണിക്കാറുണ്ട്. ഇപ്രാവശ്യം ക്ഷണിച്ചു. ഹീസ് അറ്റൻഡിങ് ദാറ്റ് മീറ്റിംഗ്, ആൻഡ് ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഫ്രം when he is coming back from this G7 meeting, he is going to visit Croatia also. Croatia is a European country. Modi is the first prime minister from India to visit Croatia. So that is the importance of that Croatia visit. The capital of Croatia is Zagreb. എനിക്ക് തോന്നുന്നു സഗ്രീബ് എന്നാണ് എൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിക്കൊള്ളാം. സഗ്രീബ് എന്നാണ് എൻ്റെ ഓർമ്മ, ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ. പിന്നെ വേറൊന്നും ആ പേജിൽ പറയാനില്ല. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പേജിൽ പോകുന്നു. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അമിതാഭ് കാന്ത് G20 ഷെർപ്പ സ്ഥാനം രാജിവെച്ചു. അമിതാഭ് കാന്ത് ആരാണെന്ന് വെച്ചാൽ പഴയ നിതി ആയോഗിന്റെ CEO ആയിരുന്നു. പഴയ നിതി ആയോഗിന്റെ CEO, ഇപ്പോഴല്ല. നിതി ആയോഗിന്റെ CEO ഇപ്പം BVR സുബ്രഹ്മണ്യനാണെന്ന് എന്റെ ഓർമ്മ, ചെക്ക് ചെയ്തോളാം. നിതി ആയോഗിന്റെ CEO. അപ്പൊ പഴയ CEO ആയിരുന്നു അമിതാഭ് കാന്ത്. അത് കഴിഞ്ഞ് അദ്ദേഹം G20 ഉണ്ടല്ലോ, G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ്, അതിന്റെ ഷെർപ്പ ആയിരുന്നു. ഇപ്പൊ ആ സ്ഥാനം അദ്ദേഹം റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന് ഇനി മറ്റെന്തൊക്കെയോ ജോബുകൾ ചെയ്യാൻ പോയാണ്. പിന്നെ ആക്സിയം ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ആക്സിയം ഫോർമേഷൻ വഴി ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയാണ് ഓൺ June 19, ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിസിറ്റ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. പ്രീവിയസ്ലി സുനിത വില്യംസ് went to this international space station, but Sunita Williams is an Indian origin person only. She is not an Indian citizen. She is a US citizen, but a pure Indian, pure Indian from India is going to visit International Space Station. That is Shubhamshu Shukla, and he is also selected for India's first space mission, that is Gaganyaan. So adine kurichura news undu, axiom formation ne kurichu. Pinna വേറെ ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജില് ഗവൺമെന്റ് എക്സ്പെക്ട്സ് ടു സീൽ ഇനിഷ്യൽ ട്രാൻഷെ ഓഫ് ട്രേഡ് പാക്ട് വിത്ത് US ബൈ ജൂലൈ. ഇന്ത്യയും US തമ്മിൽ ഒരു BT ഉണ്ടാക്കാൻ പോയല്ലേ, ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്. അതിന്റെ ഫസ്റ്റ് ട്രാൻഷെ, അതിന്റെ പീസ്മീൽ ആയിട്ടാണ് അഗ്രിമെന്റ് ഉണ്ടാവാൻ പോകണം. July 9 കൂടി അതിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആവുന്ന ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US ഫസ്റ്റ് പാർട്ട്. പിന്നെ ഇവിടെ പറയാം WPI ഇൻഫ്ലേഷൻ ഡിപ്സ് ടു 14-month low. WPI wholesale price index. Recently, I think in the last week I discussed about CPI, consumer price index. Consumer price index is the measurement of retail inflation in India, and retail inflation is the tool for
formulating Reserve Bank of India's monetary policy. For formulating Reserve Bank of India's monetary policies, retail inflation or CPI is the basis. And WPA is the measurement of wholesale inflation in India. അതും വളരെ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അറ്റാക്ക്, ചൈനയും റഷ്യയും ടർക്കിയെയും ഇറാനോടും ഇസ്രായേലിനോടും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ അതുപോലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസാണ്. ഇതാണ് UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ ചീഫ്. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ ചീഫാണ് ഇങ്ങേര് വോൾക്കർ തുർക്ക് എന്ന് പറയും. വോൾക്കർ തുർക്ക്. He is the chief of UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് യുഎന്നിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ്. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് ജോർജ് റസൽ വിൻ ചെയ്തു. ജോർജ് റസൽ എന്ന് പറയുന്നത് മെഴ്സിഡസിന്റെ ഡ്രൈവറാണ്. ജോർജ് റസൽ ഈസ് ദ ഡ്രൈവർ ഓഫ് മെഴ്സിഡസ്. ഹി വൺ ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ്. ഹലോ, ശ്രീ, ഞാൻ ക്ലാസ് എടുക്കണം. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാലേ. ഞാൻ വിളിക്കാം. ഓക്കെ. അപ്പോൾ വേറെ ഇവിടെ ഒന്നും പറയാനില്ല. പിന്നെ UTT അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് എന്ന് പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് നമ്മൾ മുമ്പ വിൻ ചെയ്ത കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയാ, പിന്നെ ഇവിടെ ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ക്ലബ് വേൾഡ് കപ്പ് നടന്ന ഫിഫ ഫുട്ബോൾ ക്ലബുകളുടെ വേൾഡ് കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഫിഫയുടെ ഫുട്ബോൾ ക്ലബുകളുടെ വേൾഡ് കപ്പാണ്. ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ലോസ് ആഞ്ചലസിൽ അമേരിക്കയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ അതില് ഓരോരോ ന്യൂസുകൾ വരും. പക്ഷെ അത് ഫൈനലി ആര് വിൻ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി. പിന്നെ അർമാൻഡ് ഡ്യൂപ്ലാന്റിസിനെ കുറിച്ച് എന്തായാലും പറഞ്ഞല്ലോ. സ്വന്തം വേൾഡ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോൾ വാൾട്ടർ ഫ്രം സ്വീഡൻകാരനാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. He broke his own record 12 times. He broke his own record 12 times. 12 തവണ അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇനിയും അത് 25 വയസ്സ് 26 വയസ്സ് അങ്ങോട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് തവണ ബ്രേക്ക് ചെയ്യും. അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു 10-25 ആണെങ്കിൽ സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. കാര്യം വേറെ ആരും മത്സരത്തിനില്ല. മത്സരം ആരും അടുത്തു പോലും ഇല്ല. അതാണ് പ്രശ്നം. പിന്നെ ഇന്ത്യയുടെ ഒരു ആർച്ചറിയിലെ ഒരു താരത്തിന്റെ ഫോട്ടോ ആണ് ജ്യോതി സുരേഖ. ഈ അത്ലറ്റുകളുടെയും സ്പോർട്സ് പേഴ്സൺസിന്റെ ഒക്കെ പേര് പഠിച്ചു വെച്ചാൽ അവർ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ജ്യോതി സുരേഖ ആർച്ചറാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. ബാക്കി അടുത്ത ദിവസം. താങ്ക് യു.